ഒരു കാരണമുണ്ടായത് ആ സ്ത്രീകളാരും തിരുവനന്തപുരത്തെ സ്ത്രീകളാരും അത് മറക്കത്തില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പൊങ്കാല ഇടുന്ന കല്ലുകളെല്ലാം കോർപ്പറേഷനിലോട്ട് കൊണ്ടുപോയത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോയ കല്ലാതെ നമുക്ക് എടുക്കാൻ പാടില്ല, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോർപ്പറേഷൻ്റെ ആണ്. ഇത് എന്ത് ന്യായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതൊന്ന്. രണ്ട്, പൊങ്കാലയുടെ പേരിൽ 200 കോടി രൂപ, നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ശുചീകരണത്തിന് 200 കോടി രൂപ എഴുതിയെടുത്തത് തിരുവനന്തപുരത്തെ എല്ലാ പെണ്ണുങ്ങളും ഓർമ്മിക്കും. അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. അപ്പം പൂജ്യത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് വേണം നമ്മൾ. അല്ല, പിന്നെ അത് കഴിഞ്ഞ് പാവം പിടിച്ച ഒരു KSRTC ജീവനക്കാരൻ, അത് ഒരു വ്യക്തിയുടെ ഒരു കാര്യമാണ്. പക്ഷെ ഇത് തിരുവനന്തപുരത്തുള്ള കേരളത്തിലെ തന്നെ ഈ ആറ്റുകാൽ അമ്മയെ പൊങ്കാലയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ എല്ലാം വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു അത് ചെയ്തത്. പൊങ്കാലയുടെ പേരിൽ പോലും കള്ളം പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നായർ സമുദായത്തിൻ്റെ സപ്പോർട്ട് എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇല്ല എന്നുള്ളത് കാര്യം. പുള്ളിക്കാരി വേറൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചപ്പോഴത്തേക്ക് ആ സമുദായത്തിൻ്റെ, നായർ സമുദായത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ പിന്നെ തിരുവനന്തപുരത്തെ KSRTC ജീവനക്കാരൻ്റെ ജോലി കളയിപ്പിച്ചതിൽ പങ്ക് ഭർത്താവായ സച്ചിൻ ദേവിനും ഉണ്ടായിരുന്നു. പക്ഷെ സച്ചിൻ ദേവിൻ്റെ ഇമേജിനും കോട്ട സംഭവിച്ചു ഉണ്ട്. പക്ഷെ അതിനകത്തൊരു ഗുണം ഞാൻ പിന്നീട് ഈ യദുവിനെ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കണ്ടായിരുന്നു.